ഡൽഹിയിൽ CJPയുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും പറയാം. അതായത് ടു സൈഡ്സ് ഓഫ് ന്യൂസ്. അതായത് ഒന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മീഡിയ, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ, CJPയെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ. അതായത് കേരളത്തിലുള്ള പൊതുവെ ഭൂരിപക്ഷം മീഡിയയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസത്തെ ഇന്ന് രാവിലെ മനോരമ ന്യൂസ് പേപ്പറിൽ തന്നെ കാണാൻ പറ്റിയത്, അതായത് അവിടെ ഈ CJPയുടെ സമരത്തിനിടയിൽ പോലീസിൻ്റെ ലാത്തി ചാർജിൽ ഒരു കുട്ടിക്ക് ICUവിൽ വരെയായി. അവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു ന്യൂസ് ചാനലിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ആവശ്യം വേണ്ട മെഡിക്കൽ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മേജർ ന്യൂസ് ചാനൽസ് NDTV, റിപ്പബ്ലിക് TV, ഈ ചാനൽസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് അഭിഷേക് ദീപ്കെ അദ്ദേഹം ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അവിടെ പോലീസിനെതിരെ അക്രമങ്ങൾ നടക്കുന്നു എന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായ രീതിയിൽ പരിക്കേൽക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അതുപോലെ പിന്നീട് പറയുന്നത് ഒരു റഷ്യൻ സിറ്റിസനെ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇദ്ദേഹം ഈ CJPയുടെ കൂടെ ചേർന്ന് എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് ഇവർ ചോദിക്കുന്നു. അതായത് ഇന്ത്യക്കാർ ഫോറിൻ കൺട്രീസിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഫോറിൻ കൺട്രീസ് വന്ന് ഇന്ത്യക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നു. മുൻപ് അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മുൻപ് ഈ ഖാലിസ്ഥാൻ്റെ കാര്യം വന്നപ്പോഴും കാനഡയുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇടപെട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് ഫോറിനേഴ്സ് എന്തിനാണ് ഈ CJPയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അവർ. അത്തരത്തിൽ അവർ പറയുന്നത് പോലീസിനാണ് അടിയേൽക്കുന്നത് എന്ന തരത്തിലാണ് അവർ പറയുന്നത്. ഇനി പാർലമെൻറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, പ്രതിപക്ഷം ശക്തമായി രണ്ട് സഭകളിലും പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് അറിയില്ല. അതായത് CJP പറയുന്നു പോലീസ് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. പോലീസ് അതായത് BJPയുടെ സൈഡിൽ നിന്ന് പറയുന്നത്, ഇവിടുന്ന് ഈ CJPയുടെ സൈഡിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ടെന്നും അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ BJPയുടെ സൈഡിലുള്ള, അതായത് പോലീസുകാരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള സത്യാവസ്ഥ, രണ്ട് വാർത്തയിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ഡൽഹിയിൽ ഈ ഒരു പ്രക്ഷോഭം ശക്തമായ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു അന്ത്യം എന്താകും എന്ന് അറിയില്ല. അതുപോലെ നീറ്റ് ഈ പരീക്ഷയിലെ ഈ ക്രമക്കേട് കാരണം 21 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ അഴിമതികൾ ഇത് ആദ്യമായിട്ട് നടക്കുന്നതല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു സമരം വന്നത് നന്നായി എന്നാണ് പറയാനുള്ളത്. അതായത് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് അഴിമതികൾ ഈ എല്ലാ ഗവൺമെൻറ് എക്സാംസിൻ്റെയും പുറകിൽ നടക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുക, സ്ട്രിക്റ്റായിട്ട് ഒരു തരത്തിലും ഒരു അഴിമതി നടക്കാതെ ഫെയറായിട്ട് എന്ന് വെച്ചാൽ ഈ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പലരും ഈ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം കളഞ്ഞ് വരെയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവർ അത്രയും അധ്വാനിച്ച് പഠിച്ചിട്ട് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ലീക്കായി പോയി കഴിഞ്ഞാൽ അവരുടെ അധ്വാനമാണ് വൃഥാവായി പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും ഒരു വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതിനൊരു അന്ത്യം വരണം എന്ന് തന്നെയാണ്. ഇത് വളരെ ഫെയറായിട്ട് തന്നെ ഇത്തരം എല്ലാ ഗവൺമെൻറ് എക്സാംസും നടക്കണം. എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി ഉള്ള രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻപോട്ട് പോകണം. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ,
അതായത് ഈ ഒരു സമരത്തെ ഇപ്പോൾ തുടർന്നു കൊണ്ടുപോയാൽ ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, തക്കതായ ശിക്ഷ ഈ ചോദ്യ പേപ്പറിൽ ക്രമക്കേട് കാണിച്ചവർക്കെതിരെ എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതുവരെ ഇവരെ മെയിനായിട്ട് CJPU പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് തന്നെയാണ്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിലും ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ അത്തരത്തിൽ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കാണാം എത്തരത്തിലാണ് ഈ ഒരു പ്രക്ഷോഭം മുൻപോട്ട് പോകുന്നത് എന്ന്.